Welcome. We have completed the first chapter at school and college. Now let us discuss questions. Okay, as you know, there are multiple choice questions, short answer questions, paragraph and essay questions. Let's move to first multiple choice questions. Okay. Question number 1. The given excerpt is taken from an autobiography, glimpses into world history, discovery of India, none of this. As you know, this is an extract from the which one? ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുള്ളത്? സ്കൂൾ ആൻഡ് കോളേജ് എന്നുള്ള ഈ എക്സ്ട്രാക്റ്റ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? ഇറ്റ്സ് ഓട്ടോബയോഗ്രഫി അല്ലേ? ഓട്ടോബയോഗ്രഫി എന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ പാർട്ട് എടുത്തിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി ഗാരിബാൾഡി ബുക്സ് റെഡ് ബൈ നെഹ്റു ആർ ഓതേർഡ് ബൈ. നെഹ്റുവിന് ഗാരിബാൾഡിയുടെ ബുക്സ് കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഓതർ ആരാണ്? ഇത് കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് ഗാന്ധി, GM ട്രെബേലിയൻ, ഗാരിബാൾഡി, നൺ ഓഫ് ദിസ്. ഗാരിബാൾഡി ബുക്സ് മീൻസ് ബുക്സ് ഓൺ ഗാരിബാൾഡി. ഗാരിബാൾഡിയെ പറ്റിയിട്ടുള്ള ബുക്കാണ് ഗാരിബാൾഡി ബുക്ക് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ആരാണത് എഴുതിയത്? TM ട്രെബേലിയൻ്റെ ഗാരിബാൾഡി ബുക്കാണ് നെഹ്റു വായിച്ചതല്ലേ? ഓക്കെ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ പറയുന്നുള്ളത് in the given prose piece, Nehru mentioned the names of Gandhi. എത്ര പ്രാവശ്യമാണ് അതിൽ ഗാന്ധിയെ പറ്റിയിട്ട് നെഹ്റു പറയുന്നതെന്ന് ചോദ്യമാണ്. ട്വൈസ്, ത്രൈസ്, മെനി ടൈംസ്, നോട്ട് വൺസ് എന്നുണ്ട്. Can you remember? ഓർമ്മയുണ്ടോ? ഇല്ല. നോക്കൂ, ഈ എസ്സേയിൽ എവിടെയും എന്ത് പറയുന്നില്ല? ഗാന്ധിയെ പറ്റിയിട്ട് പറയുന്നില്ല. ബിക്കോസ് ദിസ് എസ്സേ എക്സ്പ്ലെയിൻ ദി എക്സ്പീരിയൻസ് ഓഫ് നെഹ്റു ഇൻ ഇംഗ്ലണ്ട്. 1905-1906 ടൈമിലുള്ള ഇംഗ്ലണ്ടിലത്തെ കഥയാണ് നെഹ്റുവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ MK ഗാന്ധി ഇന്ത്യയിൽ വരികയോ ഫ്രീഡം സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത ടൈമാണ്. സോ ഈ ആർട്ടിക്കിളിൽ വി കൻ നോട്ട് സി മെൻഷനിങ് അബൌട്ട് ഗാന്ധി എനിവർ. ഓക്കെ, വാട്ട്സ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ? നോക്കൂ, നെഹ്റു വാസ് ഡാഷ് ടു ജോയിൻ ദ സ്കൂൾ. ഹറോയിൽ എത്തിയിട്ടാകുമ്പോഴേക്ക് നെഹ്റു സ്കൂളിൽ ജോയിൻ ചെയ്തത് അണ്ടർ ഏജ്ഡ്, സ്ലൈറ്റ്ലി ഓവർ ഏജ്ഡ്, ദ റൈറ്റ് ഏജ്, എൻഡ് ഓഫ് ദിസ്. അപ്പോൾ നെഹ്റു പറയുന്നുണ്ട് എന്താണ്? ഈ വാസ് ലിറ്റിൽ ഫോർച്ചുനേറ്റ്. ഒരു അല്പം ഭാഗ്യം ഉണ്ടായി. ബിക്കോസ് ഈ വാസ് എന്താണ് പറയുന്നുള്ളത്? ഏജ് അണ്ടർ ഏജ് എന്നാണോ ഓവർ ഏജ് എന്നാണോ പറയുന്നുള്ളത്? ഓർമ്മയുണ്ടോ? ഹി വാസ് എബോവ് ദി യൂഷ്വൽ ഏജ് എന്നാണ് പറയുന്നത് അല്ലേ? ഹി വാസ് എബോവ് ദി യൂഷ്വൽ ഏജ്. അപ്പോൾ എബോവ് ദി യൂഷ്വൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈറ്റ്ലി ഓവർ ഏജ്ഡ്. നോർമലി 13.5 years ഓൾഡായ സ്റ്റുഡൻസിനാണ് ദേ ആർ ഗിവിങ് അഡ്മിഷൻ. ബട്ട് നെഹ്റു വാസ് 15 then. അപ്പോൾ സ്ലൈറ്റ്ലി ഓവർ ഏജ്ഡ്.
Next, fifth question. Tsushima stands for a ship, a sea battle, a creature, a school. Not a school and not a creature, you know. And a ship or sea battle. എന്താണ് പറയുന്നത്? ഇപ്പോൾ സുഷിമ മീൻസ് അല്ലെങ്കിൽ റെഫേഴ്സ് ദ സീ വിക്ടറി ഓഫ് ജപ്പാനീസ് ഫ്ലീറ്റ്, അല്ലേ? സീ വിക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. സോ ഇറ്റ് ഈസ് സംതിങ് അബൌട്ട് സീ ബാറ്റിൽ. ഓപ്ഷൻ 2 സീ ബാറ്റിൽ. ഓക്കെ, ഇത്രയാണ് ഷോർട്ട് ആൻസറിൽ നമുക്ക് ഇവിടെ പറയുന്നുള്ളത്. Okay, next comes comprehension questions. Comprehension questions means answer to be written in 2 or 3 sentences. First question, which school did Nehru join? Which school? At first he joined at Harrow. Harrow സ്കൂളിലാണ് നെഹ്റു ഫസ്റ്റ് ജോയിൻ ചെയ്തത്. ഓക്കെ, വാട്ട് ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? Why did Nehru consider himself as little fortunate? Why he says that he was little fortunate? That is because he was 15 then. But in Harrow, usually students were admitted of the age of 13. അല്ലേ? ഏജിൻ്റെ പ്രോബ്ലമാണ് ഉണ്ടായത്. ബട്ട് his parents could manage to get a vacancy there. Okay, next third question. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നുള്ളത്? whom did Nehru meet in London? അപ്പോൾ ആദ്യം ആർട്ടിക്കിളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെഹ്റു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആരെ പറ്റിയിട്ട്. എ പേഴ്സൺ ഫ്രം ഇന്ത്യ, ഇന്ത്യയിലത്തെ ഒരു പേഴ്സൺ. ആരാണത്? ദാറ്റ് ഈസ് വൺ മിസ്റ്റർ M.A. അൻസാരി. M.A. അൻസാരി എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ട് വാസ് എ മാൻ വിത്ത് ബ്രില്യൻ്റ് അക്കാഡമിക്കൽ അച്ചീവ്മെൻറ്റ്സ്, അല്ലേ? അതിനെ പറ്റിയിട്ടാണ്, അദ്ദേഹത്തെ പറ്റിയിട്ടാണ്, ആ ക്ലവർ മാനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഹൗ ഡിഡ് നെഹ്റു ഫീൽ ഇൻ ദ സ്കൂൾ? സ്കൂളിൽ എങ്ങനെയാണ് നെഹ്റുവിന് ഫീൽ ചെയ്തത്? നെഹ്റു ഫെൽറ്റ് എങ്ങനെയാണ്? ഹി ഫെൽറ്റ് ലോൺലി ആൻഡ് ഹോം സിക്ക്, അല്ലേ? അദ്ദേഹത്തിന് ലോൺലിയും ഹോം സിക്കും ആയിരുന്നു. ബട്ട് ഹി കുഡ് മാനേജ് ദ കണ്ടീഷൻ ബൈ എൻഗേജിങ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഗെയിംസ്. ഗെയിംസിലും ആക്ടിവിറ്റീസിലും പോയിട്ട് അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാസ് നെഹ്റു എ ഷിർക്കർ? നെഹ്റു ഷിർക്കർ ആയിരുന്നോ? നെഹ്റു ബിലീവ്ഡ് ദാറ്റ്, അല്ലേ? നെഹ്റു അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു നെഹ്റുവിന്. ഹി തോട്ട് ദാറ്റ് ഹി വാസ് എ ഷിർക്കർ ബട്ട് ഹി ട്രൈ ടു ബിലീവ് പീപ്പിൾ. എന്താണ്? ഹി വാസ് നോട്ട് എ ഷിർക്കർ. ഷിർക്കർ അല്ല എന്ന് ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈ ചെയ്തു. ദാറ്റ്സ് വൈ ഹി എൻഗേജ്ഡ് ഇൻ സ്പോർട്സ്. ഇതിലല്ലേ പറഞ്ഞത്? അപ്പോൾ അതിൽ നെഹ്റു സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല വെദർ ഹി വാസ് എ ഷിർക്കർ ഓർ നോട്ട്. But we can say that Nehru thought that he was a little shirker, but in order to believe the people, he was not a shirker. He often participated in games. ഇതാണല്ലോ ഇതിൽ പറഞ്ഞല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് ഡസ് നെഹ്റു തിങ്ക് ഓഫ് ഹിസ് ജനറൽ നോളജ്? ജനറൽ നോളജിനെ പറ്റി എന്ത് പറയുന്നുള്ളത്? He thought that he had enough general knowledge. He was better than other English students. അല്ലേ? മറ്റ് ഇംഗ്ലീഷ് സ്റ്റുഡൻസിനേക്കാളും he was better. അദ്ദേഹത്തിന് ജനറൽ നോളജ് ഉണ്ടായിരുന്നു എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. അടുത്ത സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് നെഹ്റു ഷോ ദിസ് disadvantage over those in his class regarding the general election? ജനറൽ ഇലക്ഷനെ പറ്റിയിട്ട് എന്താണ് നെഹ്റു പറയുന്നത്? He was greatly interested in general election. So he got an opportunity to show his knowledge in politics or election. ഇലക്ഷനിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിലുള്ള അയാളുടെ നോളജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ്
കിട്ടി. എപ്പോഴാണ്? ഹിസ് ക്ലാസ് മാസ്റ്റർ came his class and asked about the new government in England. ഇംഗ്ലണ്ടിലത്തെ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴേക്ക് നെഹ്റു കുഡ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ആൻഡ് ഈവൻ ഹി ഗേവ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ക്യാബിനറ്റ്. അല്ലേ? ക്യാബിനറ്റിലത്തെ ക്യാമ്പൽ ബാനർമാൻസിൻ്റെ ക്യാബിനറ്റിലത്തെ എല്ലാ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഇതിനെയാണ് നെഹ്റു എന്തായിട്ട് പറയുന്നുള്ളത്? ഓപ്പർച്യൂണിറ്റി ഗോട്ട് നെഹ്റു, അല്ലേ? ആൻ അഡ്വാൻറ്റേജ് ഓവർ ദോസ്. ആ ക്ലാസ്സിലത്തെ മറ്റ് കുട്ടികളുടെ മേലുള്ളൊരു അഡ്വാൻറ്റേജ് കാണിക്കാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയുന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ സബ്ജക്റ്റ് ദാറ്റ് ഫാസിനേറ്റഡ് നെഹ്റു? നെഹ്റുവിനെ ഫാസിനേറ്റ് ചെയ്ത മറ്റൊരു സബ്ജക്റ്റ് എന്താണ്? നെഹ്റു ആർട്ടിക്കിളിൽ റൈറ്റ് ബ്രദേഴ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലേ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിന്ന് അപ്പാർട്ട് ഫ്രം പൊളിറ്റിക്സ് another subject that fascinated Nehru was the early growth of aviation. അല്ലേ? ഏവിയേഷനെ പറ്റിയിട്ടുള്ള ന്യൂസിൽ അദ്ദേഹത്തിന് ഫാസിനേറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റിനെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. സാൻറ്റോസ് ഡമ്മറ്റിനെയും റൈറ്റ് ബ്രദേഴ്സിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം അറിഞ്ഞു എന്ന് പറയുന്നു. ഇതാണ് 8th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 9th വൺ? 9th and 10th he recollects some of his സ്കൂൾമേറ്റ്സിൻ്റെ ചില ആളെ പറ്റി അദ്ദേഹം റിക്കലക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് പറയുന്നുള്ളത് ദി സൺ ഓഫ് ഗേക്വാറിനെ പറ്റിയിട്ട്. ആൻഡ് വാട്ട് മെയ്ഡ് ദി സൺ ഓഫ് ഗേക്വാർ പോപ്പുലർ? ഗേക്വാറിനെ പോപ്പുലറാക്കി എന്താണ്? ദാറ്റ്സ് ക്രിക്കറ്റ്, അല്ലേ? ഹി വാസ് എ ഗുഡ് പ്ലെയർ ഓഫ് ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹി വാസ് ഫെമിലിയർ ഇൻ ദി സ്കൂളിൽ ഫെമിലിയറും ആയിരുന്നു എന്ന് പറയുന്നു. അതായത് നെക്സ്റ്റ് വൺ ആരാണ്? ഹൂ ഡസ് നെഹ്റു കോൾ എ കംപ്ലീറ്റ് മിസ്ഫിറ്റ്? ആരെ പറ്റിയാണ് മിസ്ഫിറ്റ് എന്ന് പറയുന്നുള്ളത്? എ പേഴ്സൺ ഫ്രം കപൂർത്തല, മഹാരാജ ഓഫ് കപൂർത്തല. ഹിസ് നെയിം പരഞ്ജിത് സിംഗ്, അല്ലേ? പരഞ്ജിത് സിംഗ് തന്നെയാണ് ഹി വാസ് എ മിസ്ഫിറ്റ് എന്ന് പറയുന്നുള്ളത്. വൈ ഹി വാസ് എ മിസ്ഫിറ്റ്? ദ ഇംഗ്ലീഷ് പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം ബിക്കോസ് എന്തുകൊണ്ടാണ്? ഹി സ്പോക്ക് ഫ്രഞ്ച് വെൽ ബട്ട് ഹി വാസ് ലിറ്റിൽ ട്രബിൾ വിത്ത് ഹിസ് ഇംഗ്ലീഷ്, അല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി. ഇതാണ് ഹി വാസ് മിസ്ഫിറ്റ്, കംപ്ലീറ്റ് മിസ്ഫിറ്റ് എന്ന് പറയുന്നത്. ആരെയാണ്? പരഞ്ജിത്ത് സിംഗിനെ പറ്റിയിട്ട്. ആൻഡ് വാട്ട് ഇസ് 11th ക്വസ്റ്റ്യൻ? വാട്ട് കോസ്റ്റ് അജിറ്റേഷൻ ടു നെഹ്റു? അജിറ്റേറ്റഡ് മീൻസ് ട്രബിൾ, ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക. അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കിയ, വിഷമിപ്പിച്ച സംഗതി എന്താണെന്നാണ്. അപ്പോൾ നെഹ്റു ഹറോനിലെ എല്ലാം ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. ബട്ട് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞെങ്കിൽ 1906-ലും 1907-ലും ദ ന്യൂസ് ഫ്രം ഇന്ത്യയിലുണ്ടായ ന്യൂസാണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടൻ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫൈറ്റ്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ തുടങ്ങിയ സമരങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച സംഗതിയെന്ന് പറയുന്നു. അപ്പോൾ ഹി കുഡ് ഗെറ്റ് some accounts of the happenings in India from English papers. ഇംഗ്ലീഷ് പേപ്പേഴ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിഞ്ഞു, എങ്കിലും ഇന്ത്യയിലുള്ള സംഭവ വികാസങ്ങൾ അയാൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നു. അതാണ് വാട്ട് കോസ്റ്റ് അജിറ്റേഷൻ ടു നെഹ്റു? ദാറ്റ് മീൻസ് ദി ഇൻസിഡൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ on that time, especially the fight against Britain, people's fight against Britain. ഓക്കെ, അപ്പോൾ അതാണ് 11th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് കമ്മിങ് ടു 12th ക്വസ്റ്റ്യൻ. നെയിം സം ഓഫ് ദി നാഷണലിസ്റ്റ് ഫിഗേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് സ്റ്റിർഡ് നെഹ്റു അറ്റ് ഹറോയുള്ള സമയത്ത് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിലത്തെ ആൾക്കാർ, അതേപോലെ തന്നെ ഈവൻറ്റ്സ്, നെഹ്റുവിനെ
പ്രയാസപ്പെടുത്തിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ നെഹ്റു ഇതിൽ മെൻഷൻ ചെയ്യുന്ന പേഴ്സൺസ് ആൻഡ് ഈവൻസും പേഴ്സൺസൊക്കെ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ ടൈമിൽ ഹറോളിൻ്റെ ടൈമിലുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴേക്ക് നെഹ്റു സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്ന നെയിംസ് എന്ന് പറയുന്നുള്ളത് ലാലാ ലജ്പത് റായ്, പിന്നെ അജിത് സിംഗ്, ബാലഗംഗാധര തിലക് തുടങ്ങിയ ആൾക്കാരെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് നോക്കുക. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ഇവൻറ്റ്സ് ആൻഡ് പീപ്പിൾസ് ദർ. അടുത്തെന്ത് പറയുന്നുള്ളത്? വാട്ട് പ്രൈസ് വാസ് ഗിവൻ ടു നെഹ്റു ഫോർ ഗുഡ് വർക്ക്. ഗുഡ് വർക്കിന് നെഹ്റുവിന് കിട്ടിയ പ്രൈസ് എന്താണ്? അദ്ദേഹത്തിന് കിട്ടിയ പ്രൈസ് ഓർമ്മയുണ്ടോ? ഗാരിബാൽഡി ബുക്സ് ആണ് അല്ലേ? ബുക്സ് ഓൺ ഗാരിബാൽഡി, ഓതർഡ് ബൈ ആരാണ്? GM ട്രെവലിയൻസിൻ്റെ ഗാരിബാൽഡി ബുക്സാണ് അദ്ദേഹത്തിന് പ്രൈസായിട്ട് കിട്ടിയത്. നെക്സ്റ്റ്, വിച്ച് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ബ്രിങ് ടു നെഹ്റുസ് മൈൻഡ് വിഷസ് ഓഫ് ഗാലൻറ്റ് ഫൈറ്റ്സ് ഇൻ ഇന്ത്യ. ഈ നെക്സ്റ്റ് ഗാലൻറ്റ് ഫൈറ്റ് ഇപ്പോൾ 1907 ശേഷം ഉണ്ടായ അദ്ദേഹം പിന്നീട് മെൻഷൻ ചെയ്യുന്ന നെയിംസ് ഏതെന്ന് പറയുന്നുണ്ട്, ചോദിക്കുന്നുള്ളത്. ആരൊക്കെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്? പിന്നെ നെക്സ്റ്റ് അടുത്തതായിട്ട് പറയുന്നുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റിയിട്ട്. ആരെ പറ്റിയിട്ടാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? തിലകനും അല്ലാതെ മറ്റുള്ള ഫ്രീഡം ഫൈറ്റേഴ്സ്. വിച്ച് പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ബ്രിങ് ടു നെഹ്റുസ് മൈൻഡ് വിഷസ് ഓഫ് ഗാലൻറ്റ് ഫൈറ്റ്സ് ഇൻ ഇന്ത്യ. ഫൈറ്റെ പറ്റിയിട്ട് പറയുന്ന മറ്റുള്ള ആൾക്കാർ പേര് നോക്കൂ, കിട്ടുന്നുണ്ടോന്ന്? ഓക്കെ, ഹിയർ അഗെയിൻ ഹി ഈസ് മെൻഷനിങ് അബൌട്ട് അരബിന്ദ് ഘോഷ് ആൻഡ് ബാലഗംഗാധര തിലക്. അവരെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. ഓക്കെ, കം ടു ക്വസ്റ്റ്യൻ നമ്പർ 15. What did Nehru take for his tripos? Tripos mean main 3 subjects. What are the 3 tripos? The subjects being chemistry, geology and botany. അല്ലേ? I took the natural science tripos. Natural tripos ആണ് എടുത്തത്. What are the subjects in that? അതിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? കെമിസ്ട്രി, ജിയോളജി ആൻഡ് ബോട്ടണി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നെഹ്റു took natural science as his tripos. It included subjects, 3 subjects, chemistry, geology and botany. Okay, 16th question. What was Majlis? എന്താണ് മജ്ലിസ്? ഇത് ലാസ്റ്റ് ഓഫ് ദി എസ്സേസിൻ്റെ ലാസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് മജ്ലിസ് എന്താണെന്നുള്ളത്. എന്താണ് മജ്ലിസ് കൊണ്ട് അർത്ഥമാക്കുന്നുള്ളത്? ദാറ്റ് ഈസ് കാംബ്രിഡ്ജിൽ there had a society called Majlis where students discussed political problems. പൊളിറ്റിക്കൽ പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കോളേജിൽ, ഒരു കാംബ്രിഡ്ജിലത്തെ ഒരു പ്ലേസാണ്, ഒരു യൂണിയനാണ്, അസോസിയേഷനാണ് മജ്ലിസ് എന്ന് പറയുന്നുള്ളത്. ഓക്കെ, ഈ മജ്ലിസിലാണ് നെഹ്റുവും അതർ സ്റ്റുഡൻസും എന്താണ് മെയ്ഡ് ഡിബേറ്റ്സ് ഓൺ വേരിയസ് സബ്ജക്ട്സിനെ പറ്റിയിട്ട് ഡിബേറ്റ്സ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി അടുത്ത 3 ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് വരുന്ന 3 ക്വസ്റ്റ്യൻസിന് ദർ ഈസ് നോ ഡയറക്റ്റ് ആൻസർ ഇൻ ദി ആർട്ടിക്കിൾ ഡയറക്റ്റ് ആൻസർ ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്. ഫസ്റ്റ് വൺ, 17th ക്വസ്റ്റ്യൻ, ഡു യു കം അക്രോസ് എനി ഫീമെയിൽ പ്രസൻസ് ഇൻ ദിസ് എസ്സേ? എന്തെങ്കിലും ഫീമെയിൽ പ്രസൻസ് ഈ എസ്സേയിൽ ഉണ്ടോ എന്നുള്ളത്. അത് യു ഹാവ് ടു ചെക്ക്, റിമെമ്പർ, റിക്കലക്ട് ദ തിങ്സ് ആൻഡ് ചെക്ക്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എനി ലേഡി ദർ? ഏതെങ്കിലും ഒരു ലേഡി അതിൽ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ക്വസ്റ്റ്യൻ 18th, നെഹ്റു പോപ്പുലേറ്റ്സ് ദ എസ്സേ വിത്ത് ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ്, ലിസ്റ്റ് ദെയർ നെയിംസ്. ഇന്ത്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആൻഡ് ഈവൻ അമേരിക്കൻസ് ആർ ആൾസോ ദർ. അമേരിക്കൻസും ഉണ്ട്, അത് ചോദ്യത്തിൽ ചോദിക്കുന്നില്ല. അപ്പോൾ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഓൾ പീപ്പിൾ അതർ ദാൻ ഇന്ത്യൻസ്
ആർ യൂറോപ്യൻസ് എന്ന് വിചാരിക്കേണ്ട. ഇൻ ദ എസ്സേ നെഹ്റു മെൻഷൻ സം അമേരിക്കൻസ് ഓൾസോ, അമേരിക്കൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് പീപ്പിൾ ഫ്രം ഇന്ത്യ ആൻഡ് യൂറോപ്പ്, ഇന്ത്യയിലത്തെയും യൂറോപ്പിലത്തെ ആൾക്കാരെയാണ് നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എസ്സേ വായിച്ചിട്ട് നോക്കുക. ആൻഡ് 19th ക്വസ്റ്റ്യൻ, വൈ ഡസ് നെഹ്റു നോട്ട് മെൻഷൻ ഗാന്ധി, ഗാന്ധിയെ മെൻഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത്. ബിക്കോസ് നെഹ്റു എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്, ഹിസ് ലൈഫ് ഇൻ സ്കൂൾ ആൻഡ് കോളേജ്, സ്കൂളിലും കോളേജിലുള്ള ലൈഫാണ് നെഹ്റു എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. നെഹ്റു സ്പെൻഡ് ദ ഇയർ 1905 to 1910, ആ ഒരു 5 ഇയേഴ്സാണ് 6 ഇയേഴ്സാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ സ്പെൻഡ് ചെയ്തത്. അറ്റ് ദാറ്റ് ടൈം മഹാത്മാഗാന്ധി വാസ് ഇൻ, എവിടെയാണ്, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഹി വാസ് നോട്ട് ഇൻ ഇന്ത്യ ആൻഡ് ഗാന്ധി ഹാഡ് നോട്ട് സ്റ്റാർട്ടഡ് ഹിസ് സ്ട്രഗിൾസ്, അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ തുടങ്ങിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഈ നോൺ വയലൻസും തുടങ്ങിയ സത്യാഗ്രഹമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഹി ഡിഡൻറ്റ് മെൻഷൻ ഗാന്ധി ഇൻ ദി എസ്സേയിൽ ഗാന്ധിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഗാന്ധി വരുന്നതിനേക്കാളും മുമ്പുള്ള ഫ്രീഡം സ്ട്രഗിളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നുള്ളത്. അതുകൊണ്ടാണ് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ദി ടൈം പീരിയഡ് ഡിസ്കസ്ഡ് ഇൻ ഹിസ് എസ്സേ വാസ് ദി പീരിയഡ് ബിഫോർ ഗാന്ധി എൻറ്റേർഡ് ഇൻ ദ ഫ്രീഡം ഫൈറ്റിംഗ് സെനാറിയോ, അല്ലേ. ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ സെനാറിയോ ഒക്കെ വരുന്നതിനേക്കാളും മുമ്പുള്ള ടൈമിനെ പറ്റിയിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് നെഹ്റു ഇല്ലാത്തത്. ഇത്രയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ ആൻസർ യു ട്രൈ യുവർ സെൽഫ്, നിങ്ങൾ സ്വയം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ പറയുന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ആൻസറിൽ ഒന്ന്, നെഹ്റൂസ് കമൻറ്റ് ഓൺ അതർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഓഫ് ഹിസ് ടൈം. അതർ ഇന്ത്യൻ സ്റ്റുഡൻസിനെ പറ്റി നെഹ്റു പറഞ്ഞത് കുറച്ചാളെ പറ്റിയിട്ട് പറയുന്നുള്ളൂ, 1, 2, 3 ആൾക്കാരെ പറ്റിയിട്ട്. കൂടുതൽ ആൾക്കാർ ഇല്ല. ദർബർ എന്താണ് പറയുന്നത്, സ്റ്റുഡൻസ് ഫോർ ലെസ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, മറ്റ് ക്ലാസ്സുകളിലും സ്റ്റുഡൻസ് കുറവായിരുന്നു. അടുത്തത് പറയുന്നുള്ളൊരു ചോദ്യം എന്താണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് സൈറനൈസിസം എന്ന് ഉണ്ട്. സൈറനൈസിസം നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്, അല്ലേ. ദാറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സൺസ്, എന്താണ്, ഫ്യൂച്ചർ പെയിനെ കൺസിഡർ ചെയ്യാതെ പ്രസൻറ്റ് ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് മാത്രം തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊന്ന് ഒന്നുകൂടി ആർട്ടിക്കിൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ഫയർ സൈഡ് ഇൻ്റലക്ച്വൽ ഡിസ്കഷൻ അറ്റ് ട്രിനിറ്റിയിലത്തെ ഫയർ സൈഡിൽ അവർ നടത്തുന്ന ഡിസ്കഷൻ, അത് എന്ന് പറയുന്നത് മോക്ക് സീരിയസ് വേ, മോക്കുമാണ് സീരിയസുമാണ് എന്നാണ് നെഹ്റു പറയുന്നുള്ളത്. അതെന്താണെന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുക ടു ഫൈൻഡ് ഔട്ട്, ആൻഡ് ഐ ഷാൽ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.